ക്രിസ്മസ് ആയിട്ട് നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കണ്ടേ. അപ്പോൾ നല്ല കുറേ വേസ്റ്റ് ബോർഡ് മാറ്റ് കീറുകയൊക്കെ ചെയ്തതാണ് സ്റ്റാർട്ടിങ് തുടങ്ങി. അത് നമ്മൾ കുറച്ച് കടയിൽ പോയി കുറേ സാധനം വാങ്ങാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയ്ക്ക് ഈ ബിസ്ക്കറ്റ് കണ്ട്. ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇടുന്നുണ്ട് ഈ ബിസ്ക്കറ്റ് നല്ല ബിസ്ക്കറ്റാണെന്നൊക്കെ പറഞ്ഞ് ചീസിൻ്റെ. അപ്പോൾ ഞാനും മേടിച്ചു പറഞ്ഞു. പക്ഷേ വെറും വധമായിരുന്നു. ആരും ട്രൈ ചെയ്യേണ്ട ഇതുപോലെ പൊട്ടത്തരത്തിലൊന്നും. അത് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ദാണ്ട് വേലി കെട്ടാനും ചാർട്ടൊക്കെ വെച്ച് പെയിൻറ്റിങ്ങും സെറ്റപ്പൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ പെയിൻറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, വെറുതെ വട്ടം വരയ്ക്കുന്നു, വെറുതെ കളർ കൊടുക്കുന്നു, അങ്ങനെ ഇതിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഫൈനലായിട്ട് വെച്ചപ്പം നൈസായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. കാരണം തിരക്കിൻ്റെ ഇടയിൽ ഫോണിനെ നോക്കിയില്ല. അപ്പോൾ ഏറ്റവും അവസാനം എൻ്റെ പുൽക്കൂട് അങ്ങ് സെറ്റായി ഗൈസ്. രാവിലെ ഇരുന്നതാണ്, വൈകുന്നേരം ആയപ്പോഴാണ് ഒന്ന് സെറ്റായത്, എല്ലാം തീർത്തത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ സംഭവം എന്തായാലും പൊള്ളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരാളുടെ അധ്വാനം മാത്രമേ ഉള്ളതുകൊണ്ട് അത്രയും വലിയ ഗംഭീരമാക്കാൻ പറ്റില്ല, എന്നാലും ആവറേജ് നല്ലൊരു പുൽക്കൂടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും ഫൈനലായിട്ട് നമ്മുടെ പുൽക്കൂടിൻ്റെയും ട്രീയുടെയും ഭംഗി ഗൈസ് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അപ്പോൾ അതായത് ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മളിന്ന് പടക്കം പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. അപ്പം എന്താണ് പുൽക്കൂടൊക്കെ സെറ്റ്, നല്ല സെറ്റായി ഗൈസ്, എല്ലാം സെറ്റായി. ഇങ്ങനെ പടക്കം പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ നമ്മൾ മറ്റേ ആകാശത്ത് മറ്റേ ഏതാ രീതിയിലുള്ള പടക്കം, അതിൻ്റെ പേരെനിക്കറിയില്ല, അത് പൊട്ടിക്കാൻ വേണ്ടി അങ്ങ് മാറുന്നു. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ ടോം, ബൈ.